കാരണം നിലമ്പൂരിൽ ഇന്നിപ്പോൾ കൊട്ടിക്കലാശമൊക്കെ നടക്കുകയാണ്. കൊട്ടിക്കലാശത്തിലേക്ക് ഞാനില്ല എന്നുള്ളൊരു നിലപാട് പി.വി. അൻവർ എടുക്കുകയും ചെയ്തു. പക്ഷേ പി.വി. അൻവർ മറ്റൊരു നീക്കം നടത്തിയിട്ടുണ്ട്. അതായത് വിവിധയിടങ്ങളിൽ വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് പി.വി. അൻവറെങ്കിലും സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പി.വി. അൻവർ ഇന്ന് വീട്ടിലെത്തി സന്ദർശിച്ചിട്ടുണ്ട്. നമുക്ക് ശാന്തകുമാറിനോട് ചോദിക്കാം കൂടുതൽ വിവരങ്ങൾ. ശാന്തകുമാർ, ഇപ്പോൾ പി.വി. അൻവർ കൊട്ടിക്കലാശത്തിന് ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ എങ്കിലും ഇന്ന് ജിഫ്രി തങ്ങളെ വീട്ടിലെത്തി സന്ദർശിച്ചിട്ടുണ്ട്. കൊട്ടിക്കലാശ ദിവസം ബൂത്തിലേക്ക് എത്താൻ ഒരു ദിവസം മാത്രം നിലമ്പൂർകാർ ബാക്കി നിൽക്കെ ഈ സന്ദർശനം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? ഈ പി.വി. അൻവറിന്റെ നീക്കങ്ങളെല്ലാം അപ്രതീക്ഷിതമാണ്. എല്ലായ്പ്പോഴും കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് നമ്മൾ കാണുന്നത് തന്നെയാണ്. അത് തന്നെയാണ് ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നമ്മളിപ്പോൾ കാണുന്ന ഇന്ന് കൊട്ടിക്കലാശമാണ്. ഈ കൊട്ടിക്കലാശത്തിൽ പി.വി. അൻവർ നേരത്തെ പങ്കെടുക്കുമെന്ന് അറിയിച്ചതാണ്. പക്ഷേ അത് പിന്നെ പങ്കെടുക്കുന്നില്ല എന്ന് തീരുമാനിക്കുകയായിരുന്നു. കൊട്ടിക്കലാശത്തിന് ഇല്ല എന്ന് തീരുമാനിക്കുമായിരുന്നു. തുടർന്നാണ് അദ്ദേഹം ഓരോ വോട്ടർമാരെ കാണുന്നതിനും അല്ലെങ്കിൽ ഓരോ കേന്ദ്രങ്ങളിൽ പോയി വോട്ട് ഉറപ്പാക്കുന്നതിനും ശ്രമം. അങ്ങനെയാണ് ഇന്നിപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കണ്ടത്. നേരിൽ പോയി കാണുന്നത് അദ്ദേഹത്തിന്റെ വസതിയിൽ പോയാണ് ഇന്ന് രാവിലെ തന്നെ അദ്ദേഹം കാണുന്നത്. അദ്ദേഹം അതാണ് ഇന്നലെ തന്നെ പോസ്റ്റ് ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. കാരണം കൊട്ടിക്കലാശത്തിൽ വെറുതെ സമയം ചെലവഴിക്കുന്നില്ല, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അത്തരം പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നില്ല. തങ്ങൾ വോട്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും വോട്ടർമാരെ നേരിൽ കാണുന്നതിനാണ് പോകുന്നത് എന്നാണ് പറഞ്ഞത്. അത് അങ്ങനെയാണ് ഇപ്പോൾ ഒരു സമസ്തയുടെ സംസ്ഥാന പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കണ്ട് വോട്ട് നേടുന്നതിനോ അല്ലെങ്കിൽ അവരുടെ ഒരു സംതൃപ്തി പിടിച്ചു പറ്റുന്നതിനു വേണ്ടി അദ്ദേഹം ഇപ്പോൾ ഇന്ന് രാവിലെ പോയിരിക്കുന്നത്. നേരത്തെയും സാമുദായിക നേതാക്കളെല്ലാം സന്ദർശിച്ചിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ അത് വോട്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ പിന്തുണ ഉറപ്പാക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇപ്പോൾ അൻവർ ശ്രമിച്ചിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കാണുകയും അദ്ദേഹത്തിൽ നിന്ന് പിന്തുണ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും പി.വി. അൻവർ എല്ലാം അപ്രതീക്ഷിതമായി നടത്തുന്ന ഒരു വ്യക്തിയാണ്. അത് തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നത് വരെയും അത് ഉണ്ടാവുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ശരി ശരി ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ പി.വി. അൻവർ അവസാന നിമിഷത്തിലും ഒരു നീക്കം കൂടി നടത്തിയിരിക്കുന്നു. ജിഫ്രി മുത്തുക്കോയ തങ്ങളെ വീട്ടിലെത്തി സന്ദർശിച്ചിരിക്കുന്നു.